ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ട്രെസ്, ഡിപ്രഷൻ എല്ലാം ഉള്ള ആൾക്കാരാണ് നമ്മൾ ഭൂരിഭാഗം പേര്. അപ്പോഴത്തേക്കും നമുക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തോന്നില്ലേ? പക്ഷേ നമുക്ക് പലർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ടായിരിക്കും, കസിൻസ്, അമ്മ, അച്ഛൻ, അങ്ങനെ ഒരുപാട് എല്ലാവരും ഉണ്ട് നമുക്ക്. പക്ഷേ നമുക്ക് നമ്മൾ പറയുന്ന രീതിക്ക് ഉള്ളൊരു റെസ്പോൺസ് ആയിരിക്കില്ല നമ്മൾ പറയുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടും. നമ്മൾ ഒരാളെടുത്ത് ആദ്യം ചെന്ന് കുറച്ചൊന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന ആ ഒരു ഫീലല്ല അവർക്കത് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു റെസ്പോണ്ട് അല്ല നമുക്ക് അവരിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അതോടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഒരാളെടുത്ത് പറഞ്ഞു. ഇത് നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് മടുത്തിട്ട് നമ്മൾ ആരോടൊന്നും പറയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരാളടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് നാളെ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ മൈൻഡിലുള്ള ആ ഒരു ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുക. അപ്പോൾ ഈ ഫീലൊന്നും നമ്മുടെ മൈൻഡിൽ നിന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു വേണ്ടായിരുന്നു, പറയേണ്ടായിരുന്നു, വെറുതെ എന്തെന്നെ കാണിച്ചെന്ന് വരും. ഇതല്ലാതെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആരോടെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ അത് മനസ്സിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഇവരത് വിളിച്ച് പറയും. അപ്പോൾ നമുക്ക് തോന്നി, നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാതെ എന്നാൽ നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ഒരാളോട് ഒരു പറഞ്ഞൊരു ഫീൽ കിട്ടും, പറഞ്ഞൊന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ സൊല്യൂഷൻ. നമ്മൾ മാക്സിമം എപ്പോഴും നമ്മളെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഒരു ശരിയാവും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതായത് നമ്മുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പാണ് നമ്മളെ നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്ന ആൾ. വാട്സപ്പ് എടുക്കുക. അതിനകത്ത് നമ്മളെ തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതായത് യു എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഒരു ചാറ്റ് നമുക്ക് അതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്തൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മളതിലായിരിക്കും നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, നിങ്ങൾ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് ഫുള്ളും ഒരു വോയിസ് നോട്ടായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഫുള്ളും പറഞ്ഞ് അതിൽ തന്നെ സെൻഡ് ചെയ്തിടുക. അത് വേറെ ആർക്കും പോകില്ല, നമ്മളെ ചാറ്റല്ലേ, അതിൽ തന്നെ കിടക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാതിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ചില ആൾക്കാർക്കുണ്ട്, ഇത് മെസ്സേജ് അയച്ചതിന് ശേഷം അതിരുന്ന് കേൾക്കുക എന്നുള്ള ഒരു ശീലം. അത് കേൾക്കാതിരിക്കുക. കേട്ട് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഡൗൺ ആവും. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് പറയാനുള്ള ഫുള്ളും പറഞ്ഞ് നമ്മുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാര്യമൊക്കെ ചെയ്യുമായിരിക്കും. ഓക്കെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആവും. എന്നിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആയതിനു ശേഷം നമുക്കത് പോയി ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ആ സങ്കടം പറഞ്ഞു തീർത്തതുമായി അത് വേറൊരാളും അറിയില്ല. നമ്മുടെ ഒരു വിഷമം നമ്മുടേത് മാത്രമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒറ്റപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ പറയാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തീർക്കാം.